കോതമംഗലം ബൈപ്പാസ് പദ്ധതിയുടെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. മഴയും തൊഴിലാളികളുടെ ലഭ്യതക്കുറവുമാണ് കാരണമായി ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്നാൽ നിർമ്മാണം വേഗത്തിലാക്കി ബൈപ്പാസ് ഉടൻ പൂർത്തിയാക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച MLA ഷിബു തെക്കുംപുറം നിർദ്ദേശിച്ചു. ദേശീയപാത 85 കൊച്ചി മൂന്നാർ പാതയിൽ ഉൾപ്പെട്ട കോതമംഗലം പട്ടണത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമെന്ന ലക്ഷ്യത്തോടെയാണ് പൊതുമരാമത്ത് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിപ്പള്ളി മുതൽ തങ്കളം വരെ ഏകദേശം 1.75 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് കോതമംഗലം ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം. എന്നാൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കോതമംഗലം MLA ഷിബു തെക്കുംപുറം സ്ഥലം സന്ദർശിച്ചു. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് കോതമംഗലം നിയോജകമണ്ഡലത്തിൻ്റെയും UDFൻ്റെയും സ്വപ്ന പദ്ധതിയാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട ചെയർപേഴ്സൻ്റെയും വാർഡ് കൗൺസിലറുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്ടർമാരുടെയും സന്ദർശനം ഇന്നിവിടെ ക്രമീകരിച്ചത്. നമുക്ക് ഈ പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 400 മീറ്ററോളം ടാറിംഗ് പണികൾ ഇനിയും പൂർത്തിയാക്കണം. റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറേയേറെ പൂർത്തിയാക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഐറിഷ് വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്. ഇങ്ങനെ കുറേയേറെ പണികളാണ് ഇനിയും പൂർത്തിയാക്കാനായിട്ടുള്ളത്. അടിയന്തരമായി ഈ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അതോടൊപ്പം തന്നെ കോൺട്രാക്ടറോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മാസം കൊണ്ട് ഈ പണികൾ പൂർത്തിയാക്കുന്ന നിലയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി കോതമംഗലത്തിൻ്റെ ഗതാഗതക്കുരുക്കിന് വലിയ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, നിർമ്മാണ ഉദ്യോഗസ്ഥർ, കോൺട്രാക്ടർമാർ എന്നിവരുടെ ഒപ്പമായിരുന്നു സന്ദർശനം. ഒരു പ്രദേശത്തിൻ്റെയും വികസനം എന്ന് പറയുന്നത് റോഡുകളാണ്. കോതമംഗലത്തിൻ്റെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് റിംഗ് റോഡ്. ഈ റിംഗ് റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷത്തിനു മേലെയായി. ഇതുവരെ ഇത് പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് സമൂഹത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. അത് ഈ തവണ എന്തായാലും ഈ പെരുന്നാളിന് മുൻപ് ഈ റോഡ് പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം എന്ന ഉദ്ദേശവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കോതമംഗലം MLA ശ്രീ ഷിബു തെക്കുംപുറം അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഈ പെരുന്നാളിന് മുമ്പ് അത് തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം വെറും 3 തൊഴിലാളികൾ മാത്രമാണ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നതെന്ന് സന്ദർശക സംഘം കണ്ടെത്തി. മഴയെ തുടർന്നാണ് തൊഴിലാളികളുടെ കുറവുണ്ടായതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തന്ന എല്ലാ സൗകര്യവും എന്നിട്ട് ഇതാ അവസ്ഥ. ഏത് വീട് വാടകയ്ക്ക് എടുക്കാൻ ഞാൻ പുറകെ നടക്കണം, ബാക്കിയുള്ള അതിനും മണ്ണ് കട്ട് ചെയ്യാനും അതിനും ഇതിനൊക്കെ ഞാൻ പുറകെ നടക്കണം. എനിക്കെന്തിൻ്റെ സൂക്കേടാ? ഈ റോഡും ഈ നാടും നന്നാവണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്. ഈ മനുഷ്യരോട് ചോദിച്ചു നോക്ക്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഇല്ലേ, പറ, ശരിയല്ലേ? നിങ്ങൾ എന്നിട്ട് എന്ത് പണിയുണ്ട്? ഇന്ന് വന്നു, ഇത്രയും അനുകൂല കാലാവസ്ഥയാണ്, ഒരൊറ്റ ആളവിടെ പണിയുന്നത് അല്ലേ? ഈ നാട്ടുകാർക്ക് ഈ റോഡ് വേണ്ടേ? എന്തിനാണ് നിങ്ങൾ എന്തിനാണ് എടുക്കണേ? കോൺട്രാക്ട് എടുക്കണേ എന്തിനാ? വേറെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളോടുള്ള ബുദ്ധിമുട്ടല്ലേ? വിഷമം കാരണം പറഞ്ഞ ഇതിന്റെ പുറകെ നടന്നിട്ടുള്ള വിഷമം കാരണം. എന്താ പ്രോബ്ലം? എന്താ ഞാൻ എക്സ്ക്യൂസുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊന്നും കാരണമല്ല. പണി പൂർത്തിയാക്കണേ, പണി പൂർത്തിയാക്കാറുണ്ടല്ലോ അല്ലേ? നമുക്കിതൊക്കെ അത്രയും വേഗം വരണം. ഇതിന് വേണ്ടിയിട്ടാ അതിനകത്ത് UDF LDF ഒന്നും ഇല്ലാതെ ചെയ്യുന്നത്. 15 വർഷമായ പദ്ധതിയാണ്. 15 മുകളിൽ 20 കൊല്ലായില്ലേ? 15 വർഷമായിട്ട് ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പറയാൻ ബില്ല് കിട്ടില്ല, അത് ഇത് കിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ബില്ല് കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ടീച്ചർ ഇന്ന് അനുകൂല കാലാവസ്ഥ 3-4 ദിവസമായി പെൻഡിങ് കൊണ്ട് സ്ലോ ചെയ്തുകൊണ്ടായത് റിട്ടേണിംഗ് വാളിൻ്റെ അത് കൺഫ്യൂസ് ചെയ്യാനുള്ള ഏർപ്പാടാക്കി കൊടുക്കുക അടുത്ത ആഴ്ച കൊണ്ട്. ഇതിലെ ഈ കുറച്ച് ഭാഗം ചെയ്തു വിടാതെ കേട്ടുള്ളൂ. അത് ചെയ്യാതെ ചെയ്യാവുന്ന ഭാഗങ്ങളില്ല.
നിലവിൽ ഏകദേശം 400 മീറ്ററോളം ഭാഗത്ത് ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ബാക്കിയുണ്ട്. ഐറിഷ് ട്രെയിൻ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സെപ്റ്റംബർ അവസാന വാരത്തോടെ ബൈപ്പാസ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് ആലോചിക്കുന്നതെന്ന് MLA പറഞ്ഞു. ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ കോതമംഗലം പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് വലിയ തോതിൽ ശാശ്വത പരിഹാരമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. നിർമ്മാണം വൈകുന്നതിൽ പ്രദേശവാസികൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ബൈപ്പാസിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടെങ്കിലും റോഡ് മുഴുവൻ ചെളിയായി കിടക്കുകയാണെന്നും കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണെന്നും അവർ പറയുന്നു. 2 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലെന്നും നല്ല രീതിയിൽ മുന്നോട്ടു പോയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചു ദിവസങ്ങളായി ഇഴഞ്ഞു നീങ്ങുകയാണെന്നും നാട്ടുകാർ മീഡിയ 60യോട് പ്രതികരിച്ചു. വർഷത്തിന് മേളായി ഇവിടെ ഈ പണി തുടങ്ങിയിട്ട് ഇന്നവരെ ഈ പണി തീർന്നിട്ടില്ല. ഇനി ഏത് കാലത്ത് തീരുന്നുള്ള ദൈവത്തിന് മാത്രമാണ്. ഈ പണി തീർന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് പ്രയോജനപ്പെടും, ടൗണിന് പ്രയോജനപ്പെടും. ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് പണിയും അത് കഴിഞ്ഞിട്ടു പിന്നെ കുറച്ച് പണിയും. ഇതിനിടയ്ക്ക് ഒരു 3 വീട്ടുകാർക്ക് കാറ് കയറാൻ വഴി കൊടുക്കണമെന്നാണ്. ഇവിടെ അങ്ങനെ ഒരു വഴിയില്ല. ഇനി അവർക്ക് കാറ് കയറണമെങ്കിൽ വേറെ വല്ല വഴിയും നോക്കണം. താഴ്ന്ന വഴിയുള്ളവർക്ക് ഇവിടെ വഴിയില്ല. അവർക്ക് താഴെ നിന്ന് കയറി പോരാൻ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് വഴിയുണ്ട്. അല്ലാണ്ട് ഇവിടെ അവർക്ക് പ്രത്യേക വഴിയൊന്നുമില്ല. ഈ റോഡ് കട്ട് ചെയ്തപ്പോൾ അതിൽ വരുന്നവർക്ക് എളുപ്പത്തിന് താഴത്തേക്ക് ഇറങ്ങാനാണ്. അവർക്ക് ആ വഴിയുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇതിൽ താഴെ വഴിയുണ്ട്. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഇവിടെ കണ്ടുള്ളവർ. ഇവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ടെങ്കിലല്ലേ. ഇത് കൊല്ലം എത്രയായി ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട്, ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട് 60 കൊല്ലത്തോളമായി. ഈ സ്ഥലം എടുത്തു പോയിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷത്തിന് മേളായി. ഷെഖ് പരീദ് സാർ ഇവിടെ കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് എടുത്തു പോയതായി സാർ. ഇവർക്ക് ഞങ്ങളുടെ ഇപ്പോഴും കേസ് കിടക്കുക. ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ 9.25 സെൻറ്റ് സ്ഥലത്തോളം ഞങ്ങളുടെ പോയിട്ടുണ്ട്. ഇവിടെ പാശ് കിട്ടാനുള്ള പലരുമുണ്ട്. ഇവിടെ ഉള്ളൊരു വീട്ടുകാരുടെ പൈസ കിട്ടാൻ തീർത്ത് കിട്ടിയിട്ടില്ല. ഇത് എത്രയും നേരത്തെ പണി തീർന്ന് കിട്ടിയാൽ ഈ ബൈപ്പാസ് ഇനി പള്ളി പെരുന്നാൾ വരുന്നു. ഈ പെരുന്നാളിലേക്ക് ഇത് ആൾക്കാർക്ക് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചെളിക്കുന്ന് 2 സ്ഥലത്ത് കുറച്ചുള്ളിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞാൽ 2 സ്ഥലത്തിട്ട് അത് അവിടെ സ്റ്റേ ആയിരുന്നു. ആ സ്റ്റേ പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് പണി നീങ്ങണ്ടേ. ഈ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് പെരുന്നാളിനൊക്കെ തീരുമെന്നുള്ള ദൈവത്തിനറിയാം. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.